ഇതുങ്ങളെ മൂന്നിനും കൂടെ ഒരുമിച്ച് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണേ. എന്റെ ഭഗവാനെ, നീ എനിക്കൊരു വഴി കാണിച്ചു തരണേ. അല്ല അത് ശരിയാവത്തില്ല. നീ എപ്പോ വന്നാ? നീ ഇപ്പൊ എന്തോ കുറ്റം പറഞ്ഞോണ്ടിരുന്നില്ലേ ആ സമയത്ത് വന്നത്? ഞാൻ പറഞ്ഞൊക്കെ നീ കേട്ടോ? അങ്ങനെ വേറൊരാൾ പറഞ്ഞോണ്ട് കേട്ടോണ്ടിരിക്കാൻ സ്വഭാവമായിരിക്കില്ല. നല്ല കുട്ടി. അല്ല നീ എന്തിനാ ഇവിടെ? എന്താ നിനക്കൂടെ കാര്യം? ഞാനിവിടെ ചുമ്മാ. നീ എന്തോന്നാ പറഞ്ഞു പോയിരുന്നു? അതെ, നിന്റെ അടുത്ത് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല കേട്ടോ. പറയാൻ പറ്റിയ കാര്യമില്ല. ശരി, അത് വിട്. എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. എന്റെ ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? നിന്റെ കുമ്മാവനില്ലേ? ഏത് കുമ്മാവൻ? നിന്റെ മൊട്ടത്തിലെ അമ്മാവൻ. അമ്മാവൻ? അങ്ങനെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കണം, ഞാനും ചാരുവും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഇടയ്ക്ക് കയറി നിൽക്കരുത്. ജോലിയില്ലയോ? നിനക്ക് വേറെ ജോലി അങ്ങനല്ല. അങ്ങനത്തെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. നീ പറഞ്ഞാലേ അങ്ങനെ മനസ്സിലാവത്തുള്ളൂ. എന്താ പറയേണ്ടത്? ഒന്നും പറയണ്ട. ഇങ്ങനെ നടുക്ക് കയറി നിൽക്കണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതി. നീ സോറി, എല്ലാം തെറ്റി. അങ്ങേര് കാരണം അവൾ എനിക്ക് മെസ്സേജ് അയക്കുന്നില്ല. ഇപ്പം കണക്കായി പോയെന്നാ? എന്തൊരു കണക്കായി പോയെന്ന് മര്യാദയ്ക്ക് പറഞ്ഞ മനസ്സിലാക്കാൻ കയറുന്നത്. നിനക്ക് എന്താടാ പ്രശ്നം? അവളെങ്കിലും നന്നായിട്ട് ജീവിക്കട്ടെ. ഞാനില്ലാതെ അവൾ എങ്ങനെ നന്നായി ജീവിക്കും? ഞാൻ വേണം അവളുടെ കൂടെ നന്നായിട്ട് ജീവിക്കാൻ. നീ പറഞ്ഞ മനസ്സിലാക്കിയത് കേട്ടാ. അല്ല, ഇപ്പൊ അമ്മാന്റെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞാൽ മതിയല്ലോ. ആലോചിക്കട്ടെ, പറയാൻ പറ്റൂല്ലോ. ദേ, അമ്മാവൻ അവക്ക് നല്ല പ്രപ്പോസൽ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ടെക്നോ പാർക്കിൽ വെച്ചിറക്കാൻ. നല്ല കാണാൻ സുന്ദരൻ, നല്ല ജോലി, നല്ല ശമ്പളം. അതുകൊണ്ട് തന്നെ അവള് രക്ഷപ്പെട്ടെന്ന്. അവൾ അങ്ങനെ രക്ഷപ്പെടണ്ട. അങ്ങനെ ടെക്നോ പാർക്ക് തന്നെ കെട്ടിപ്പോകാൻ പറ്റത്തില്ല. നിനക്ക് ജോലിയും കൂലി ഇല്ലാത്തോണ്ടല്ലേ അമ്മാവൻ നമുക്ക് നല്ലൊരു ചെറുക്കനെ കൊണ്ടുവന്നത്. ആര് പറഞ്ഞു എനിക്ക് ജോലിയും കൂലി ഇല്ലെന്ന്? നല്ല ജോലി കൊണ്ട് ആവശ്യത്തിന് ശമ്പളം കിട്ടുന്നുണ്ട്. നിന്റെ ശ്യാമണ്ണ പോലല്ലോ കേട്ടോ. ശ്യാമിനെ പറഞ്ഞല്ലോ, അവന് നല്ല ബിസിനസ് ഒക്കെ ഉണ്ട് കേട്ടല്ലോ. അതിനേക്കാളും വലിയ ജോലി ഉണ്ട് എനിക്ക്. നീ അത് വിട്. നീ അമ്മാവന്റെ അടുത്ത് കാര്യം പറയൂ. എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. നിന്റെ കാര്യം അമ്മാവന്റെ അടുത്ത് എന്നെ കൊണ്ട് പറയാൻ പറ്റില്ല, പറയാൻ പറ്റത്തില്ല. അതെ, ശരി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. തിരിച്ച് നീ എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യോ? എടാ പവി, ഇവിടെ കുറെ വേസ്റ്റുകൾ വന്ന് കയറി കിടപ്പുണ്ട്. അതിന് എല്ലാം ഇവിടെ നിന്ന് എനിക്ക് ഇറക്കി വിടണം. നീ രാത്രിയിൽ ഒരു പ്രേതമായിട്ട് വന്ന് അവളുമാരെ ഒന്ന് പേടിപ്പിച്ച് ഇറക്കി വിടാൻ പറ്റുമോ? എന്നിട്ട് വേണം അവൾമാരെ ഞാൻ കൊള്ളാം അല്ലേ? അവളുമാരെന്തിനാ നിന്നെ ഇടിക്കുന്നത്? പിന്നെ ഞാൻ വരുമ്പോ ഞാനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നെ എടുത്തിട്ടിരിക്കില്ല അവന്മാര്. എടാ പൊട്ടാ, അവളുമാര് പേടിക്കുന്ന രീതി നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ഭയങ്കര കാണാൻ കൊള്ളാത്ത രീതിയിൽ പ്രേതമായിട്ട് വന്ന് വേണം പേടിപ്പിക്കാൻ. ചുമ്മാ പോയാണ് നീ. അവളുമാർ 1 or 2 വല്ല എടുത്തിട്ട് അടിക്കും. ഒന്നാമത് ഞാൻ 18 ആൾക്കാരും. ഉറപ്പാണല്ലോ? എന്നാ 18കാരൻ ഇവിടെ നിന്ന് കേട്ടോ. ചാരു ഞങ്ങൾ മറന്നേക്ക്. ഞാൻ കാര്യം പറഞ്ഞിട്ട് വരെയല്ലേ. എന്താണ് വേണ്ടത്? നീ അവളുമാരെ ഇവിടുന്ന് പേടിപ്പിച്ച് ഇറക്കി വിടണം. പേടിപ്പിച്ചിറക്കണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ചാരുന്റെ കാര്യം സെറ്റ് ആക്കി തരുമോ? ചാരുന്റെ കാര്യം സെറ്റ് ആക്കുന്ന കാര്യം ഞാൻ നോക്കാം. നോക്കുമല്ലോ. പക്ഷെ എന്റെ സേഫ്റ്റി നീ നോക്കിക്കോണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവളുമാർ ഒരു വിധം പറഞ്ഞ് പേടിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ബാക്കിയെല്ലാം നിന്റെ കയ്യിലാണേ. എന്താടാ? അല്ല, ഞാൻ ദീർഘനിശ്വാസം ഇട്ടു നോക്കാം. ശരി, എന്നാ എല്ലാം സെറ്റ് ആയിട്ട് വരണേ. ഓക്കെ, ഇപ്പോഴേ പോയി എല്ലാം മേക്കപ്പ് ഒക്കെ തുടങ്ങിക്കോ. സമയം ചെറുക്ക സെറ്റാക്ക. നീ പോന്ന്. എന്റെ ഈശ്വരാ, നീ ഇത്ര പെട്ടെന്ന് വഴി കാണിച്ചു തന്നല്ലോ. ആരായിരുന്നു പേടിപ്പിക്കേണ്ടത്? പേടിപ്പിക്കേണ്ട 2 പേരായിരുന്നു. നീ പിന്നെ എന്താണ് എല്ലാം ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് പോയത്? ഞാൻ പെട്ടെന്ന് പേര് വയ്ക്കാൻ പറ്റൂ. ആരെയായിരുന്നു? ഒന്ന് രമ്യ, ഇപ്പൊ പുതിയായിട്ട് വന്നേ. പിന്നെ മുടിച്ചി, മറ്റേ കവളുള്ള. പിന്നെ മുടിച്ചി. ഈ 2 പേര്. അവളുണ്ടല്ലേ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കൂടെ നിന്നെ ഇവിടെ പേടിപ്പിച്ചാലോ? വേണ്ടല്ലേ? ഈശ്വര, ഇവൻ കൊളവാക്കോ? ഞാൻ പോയി സെറ്റാക്കട്ടെ.